നല്ല പ്രവർത്തനമാണ്. ഗ്യാസിനെക്കാട്ടിലും 100 മടങ്ങ് ആവശ്യമുണ്ട്. 2 വർഷത്തിന് മുകളിലായി. ഇത് സാധാ ഉപയോഗിക്കാനായിട്ട് പൊറോട്ട കല്ലാണ് ഇവിടെ ഞാൻ സാധാ ഗ്യാസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാനായിട്ട് പറഞ്ഞ ഇന്ന പോലെ വിറകടുപ്പ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ 2 വർഷം മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് ആ അടുപ്പ് ഇറക്കി ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്ന് സെറ്റപ്പാക്കി. നമുക്ക് ഒരു 100 രൂപയുടെ വിറക് പോലും ആകുന്നില്ല. 2 വിറക് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു. അത്ര നല്ല ഒരു ഇതാണ്. പിന്നെ നല്ല ഫാനുണ്ട്. ആ ഫാനിൻ്റെ കാറ്റ് ഒരു ബാറ്ററിയുടെ ചാർജ് പോലും ഇല്ല. നല്ല കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത്. പുക ആദ്യം കത്തുമ്പോൾ ഇച്ചിരി പുകയാണ്. ആദ്യം നമ്മളിപ്പോൾ എവിടെയാലും തീ കത്തിക്കുമ്പോൾ ഇച്ചിരി പുക വരും. പിന്നെ അത് കഴിഞ്ഞ് കണൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അടയ്ക്കുക, തുറക്കുക, എന്തുവെന്ന് വെച്ച് ചെയ്യാം. ചൂട് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്വിച്ച് ബോക്സ് ഉണ്ട്, അത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ചൂട് നമ്മൾ അടിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, ഗ്യാസിനെക്കാട്ടിലും പകുതിയോളം ചൂട് കുറവ്. ഇത് കണ്ടോ, ഇത് കൈ ഇങ്ങനെ വയ്ക്കാം. ഇത് അടുപ്പാണ്. ഈ അടുപ്പിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കൈ വയ്ക്കാം, ചൂടില്ല. ഇതിൻ്റെ പുറത്ത് വെച്ചാലേ ചൂടുള്ളൂ. ഇത് ഇത്രയും അതിൻ്റെ അകത്ത് ഏതാണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കറിയത്തില്ല അത് വരാതിരിക്കാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ മീൻ പൊരിക്കുന്നതിൻ്റെ ഇപ്പോൾ ഗ്യാസ് ഷോർട്ടേജ് ആയതുകൊണ്ടാണ് മീൻ പൊരിക്കാനായിട്ട് മുതലാളി ഉപയോഗിക്കാൻ പറഞ്ഞത്. പൊറോട്ട നിർത്തി. ഇത് പൊറോട്ട കല്ല്, പിന്നെ ഇവിടെ ചോറ് വെക്കുന്നതും എല്ലാം ഇതിനകത്ത് തന്നെയാണ്. പിന്നെ വിറകിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ. ആ സ്വാഭാവികമായ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ വെച്ചിരുന്ന പോലെ ആ ഒരു ടേസ്റ്റ് കിട്ടും. എന്തായാലും ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ അതേ ഒരു ഫോഴ്സിൽ തന്നെയാണ് ആ ഫ്ലെയിം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ കല്ല് ചൂടാവുന്നുണ്ട് കൃത്യമായി. പിന്നെ കുറച്ച് മാത്രം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ വിറകൊക്കെ കൊണ്ടൊന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും വിറകിലേക്ക് മാറിയെന്നാണ് രാജീവ് ചേട്ടൻ നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നല്ല ഭക്ഷണവും വിളമ്പുകയാണ്, അതും നല്ല ക്വാളിറ്റിയിൽ, വലിയ ചിലവില്ലാതെ അദ്ദേഹത്തിൻ്റെ പാചകവും തുടരുകയാണ്.